ഈ ഒരു മൂവി ഇക്കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതൊരു നല്ലൊരു ക്ലീൻ എന്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം പ്രതീക്ഷയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് മേജർ വിസർജ് ചെയ്യുന്നത്. സാഹസ് മൂവിന്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, DOP എല്ലാവരും ഇവിടെയുണ്ട്. സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരിതെളിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ പാരൻസ് താങ്ക് യു സോ മച്ച്. വളരെയധികം ഐശ്വര്യപൂർണ്ണമായിട്ടൊരു തുടക്കം തന്നെയായിരുന്നു. താങ്ക് യു. ഈ ഒരു മൂവി ഇക്കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവരുടെ ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് മൂവിനേക്കാളും 100 ഇരട്ടി സൂപ്പർബ് ആകട്ടെ ഈ ഒരു മൂവി. വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. സാഹസം മൂവിയുടെ സ്വിച്ച് ഓൺ ഈവന്റ് ഇവിടെ മനോഹരമായിട്ട് കഴിഞ്ഞു. ഇവിടെ മനോഹരമായിട്ടൊരു ഡീലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ മൂവി കിടു ആയിരിക്കും എന്നുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് എന്തായാലും രണ്ടുപേരുടെ ഫേസിൽ നിന്ന് കിട്ടിയത്. Okay, yes, thank you so much everyone. So അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നല്ല സൂപ്പർ ലുക്കിലൊക്കെയാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും ആട് 3 എന്തായാലും വെയിറ്റിംഗ് ആണ്. സാധാരണ സേവിയർ വീണ്ടും കാണാനുള്ള വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു മൂവി വന്നിട്ടുണ്ട്. സോ എന്താണ് പറയാനുള്ളത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് ഞങ്ങളോട് എന്തെങ്കിലും എന്താണ് ഇതിന്റെ ഒരു ക്ലൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഇതൊരു നല്ലൊരു ക്ലീൻ എൻ്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം പ്രതീക്ഷയുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് വേണം. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിലിരിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന്. താങ്ക് യു. എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആവട്ടെ. 2025 ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്തായാലും ആകട്ടെ സാഹസം. അടുത്തതായിട്ട് വെരി ഹാൻസം നരേൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. 2-3 തവണ വെരി ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സംശയം ആണല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗിരീഷ് ഏട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനൂപ് അവിടെ. സോ അനൂപ് ഒരു ഫിലിം ബഫാണ്. അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ്, നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ്. അനൂപാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ബിബിൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു അടിപൊളി ജഗപോക സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടറായ സംഭവം എനിക്ക് ആപ്റ്റാവും എന്ന് കഥ കേൾക്കാൻ പറഞ്ഞ് ഞാൻ കഥ കേട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം. അപ്പോൾ അനൂപ്, താങ്ക് യു വെരി മച്ച്. ഗിരീഷേട്ടൻ, താങ്ക് യു. ആൻഡ് ബിബിൻ ആൻഡ് ദ പ്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോജക്റ്റ്. ആക്ച്വലി സിനിമയുടെ പോസ്റ്ററും എൻ്റെ ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷനിലേക്ക് വരുന്ന വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അത് ബിബിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ്. പലപ്പോഴും തമിഴ് സിനിമയിലുള്ളത് കൊണ്ട് തന്നെ പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ ഇപ്പോൾ സണ്ണിയൊക്കെ ആയിട്ട് ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിൽ കുറേ പേരുണ്ട്, എടുത്ത് പറയാൻ മാനേജർ വൈജി ചേട്ടൻ കുറേ പേരുണ്ട്. സോ ഐ എം ഹാപ്പി മേജർ രവി സർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് മേജർ രവി സർ ചെയ്യുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ബിപിൻ കൃഷ്ണ ആൻഡ് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ആൻഡ് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും. along with സാഹസം, we are സണ്ണി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ 1-2 പ്രാവശ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതൊരു വേദിയായി, അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. താങ്ക് യു സർ. സോ അടുത്തതായിട്ട് പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സ്റ്റീഫൻ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. നമസ്കാരം. വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. നിലവിൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശകലം സമയം കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുമെന്ന് അങ്ങനെ മേജർ റിച്ചറിനെയാണ് വിളിച്ചത്. അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ രവിയേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഐശ്വര്യമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് സംസാരിക്കാൻ. എനിക്കധികം വളരെയധികം സന്തോഷം. ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ്. ഭയങ്കര സാഹസം നേരിട്ടാലും ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ ക്യാൻസൽ ആകും, ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ 100% റിസ്ക്കുള്ള ഒരു സാഹസമാണ്. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം, ആശാൻ വൈപ്പ്, സാഹസം, ഇതൊക്കെ വന്നതാണ്. അപ്പോൾ തന്ത വൈപ്പ് എന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് വേറെ സിനിമയ്ക്കായി പോയി. സാഹസം അതിപ്പോൾ വേറെ സിനിമയ്ക്കായി പോയി. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത്. അപ്പം വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ. അതിൽ പേഴ്സണൽ ഭയങ്കര സന്തോഷം. സോ
ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഫ്രണ്ട് റോയിൽ ഇരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ ഇങ്ങനെ പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയധികം പിന്നെ എന്റെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരയനാണ്. പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇതുവരെ അതേമായിട്ട് പടം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. സണ്ണിക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് മാറട്ടെ. എൻ്റെ ഡയറക്ടർ, നിർമ്മാതാവ്, മറ്റ് ടെക്നീഷ്യൻ, ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.